കേരള പോലീസ് ഏറ്റവും വിമർശനം നേരിടുന്ന സമയമാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ്. എന്നാൽ പോലീസ് കാണിച്ച ഏറ്റവും വലിയ ക്രൂരത ഏതെന്ന് ചോദിച്ചാൽ അത് പേരൂർക്കടയിൽ ബിന്ദുവിനോട് ചെയ്തതാണ്. ബിന്ദുവിനെ പ്രതിയാക്കാനായി പോലീസ് നടത്തിയ നീക്കങ്ങൾ ഏത് ക്രിമിനൽ സംഘത്തെയും നാണം കെടുത്തുന്നതാണ്. പേരൂർക്കടയിലെ പോലീസിന് മുന്നിൽ ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടണം എന്ന നിലയിലാണ് കാര്യങ്ങൾ. മനുഷ്യത്വരാഹിത്യത്തിന്റെ കഥ മാത്രമല്ല അത്. ഈ 21ാം നൂറ്റാണ്ടിന്റെ 25ാം വർഷത്തിലും ദുർബല വിഭാഗങ്ങൾ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിന് ഇതിനപ്പുറം തെളിവ് വേണ്ട. ജന്മിമാരുടെയും മാടമ്പിമാരുടെയും നാട്ടുപഞ്ചായത്തും കൂലിപ്പോലീസുമല്ല കേരളത്തിലുള്ളത് എന്ന് എങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തും? അതീവ ഗുരുതരമായ ആ കുറ്റകൃത്യത്തിലേക്കാണ് ഇന്നത്തെ സ്പോട്ട്. ബിന്ദുവിനോട് പരസ്യമായി മാപ്പ് പറയണം കേരള പോലീസ്. ആദ്യം തന്നെ പറയട്ടെ, തിരുവനന്തപുരം പനവൂർ സ്വദേശിനി ബിന്ദുവിനെതിരെയുള്ള മാലമോഷണ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കണ്ടെത്തിയത് മാധ്യമങ്ങളല്ല, ക്രൈംബ്രാഞ്ച് തന്നെയാണ്. പേരൂർക്കട സ്റ്റേഷനിൽ എത്തിച്ച് ബിന്ദുവിനെ കൊല്ലാക്കൊല ചെയ്തെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാല മോഷ്ടിച്ചെന്ന് അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയൽ നൽകിയ പരാതിയിൽ ആരംഭിച്ചതാണ് ബിന്ദുവിന്റെ പീഡകാലം. തന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ബിന്ദു പിന്നീട് വരുന്നില്ലെന്നും ഓമന ഡാനിയൽ പരാതി നൽകി. ഓർമ്മക്കുറവുള്ള ഓമന വീട്ടിലെ സോഫയ്ക്ക് താഴെ മറന്നുവച്ച മാല പിന്നീട് കണ്ടെത്തി. ഇത് പോലീസിനെ അറിയിച്ചു. ഇവിടെയാണ് പോലീസിന്റെ ക്രിമിനൽ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങിയത്. മാല വീടിന് സമീപമുള്ള ചവറുകൂരയിൽ നിന്ന് കണ്ടെത്തി എന്ന് കേസ് രേഖകളിൽ ചേർത്തു. മോഷ്ടിച്ച ബിന്ദു അവിടെ ഉപേക്ഷിച്ചു എന്ന് വരുത്തി തീർത്തു. ഫലമോ, മാല കണ്ടെത്തിയിട്ടും ബിന്ദു മോഷണ കേസ് പ്രതിയായി തുടർന്നു. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു നീക്കം ആലോചിക്കാൻ കഴിയുമോ? പക്കാ ക്രിമിനലുകൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തതിനെ ന്യായീകരിക്കാനായി ചെയ്തു വച്ചതാണ് ചവറുകൂനയിൽ നിന്ന് കണ്ടെത്തി എന്ന നാൾ വഴി. കസ്റ്റഡിയിലെടുത്ത ബിന്ദുവിനെ അത്രയേറെ കഷ്ടപ്പെടുത്തിയതിനാൽ പരാതി വരുമെന്ന് പോലീസിന് അറിയാമായിരുന്നു. അത് ഒഴിവാക്കാൻ നടത്തിയ നാടകമായിരുന്നു ആ കേസ്. കേസ് എടുക്കുക മാത്രമല്ല ചെയ്തത്, ബിന്ദു മാല മോഷ്ടിച്ചെന്ന് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ മനസാ വാച അറിയാത്ത ബിന്ദുവിനെ മാല മോഷ്ടാവാക്കി. ബിന്ദുവിന്റെ കാര്യത്തിൽ 2 വീഴ്ച പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം തന്നെ ഉണ്ടായി. സ്ത്രീകളെ രാത്രി കസ്റ്റഡിയിൽ എടുക്കരുതെന്ന ചട്ടം ലംഘിച്ചു. ഭക്ഷണം പോലും നിഷേധിച്ചാണ് രാത്രി മുഴുവൻ ചോദ്യം ചെയ്തത്. ഓമന പരാതി നൽകിയ ദിവസം കസ്റ്റഡിയിലെടുത്ത ബിന്ദുവിനെ പിറ്റേന്ന് 12 മണിവരെ ചോദ്യം ചെയ്തു. കസ്റ്റഡിയിലുണ്ടെന്ന് വീട്ടുകാരോട് പോലും സമ്മതിച്ചില്ല. മാല കിട്ടിയതായി ഓമന അറിയിച്ചതിനെ തുടർന്നാണ് ബിന്ദുവിനെ വിട്ടയച്ചത്. ബിന്ദു മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയതിനെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ഇൻസ്പെക്ടർ SG പ്രസാദ്, ASI പ്രസന്നൻ എന്നിവരെ ആദ്യഘട്ടത്തിൽ തന്നെ സസ്പെൻഡ് ചെയ്തു. SHOയെ സ്ഥലം മാറ്റി. പക്ഷേ ഈ 3 പേരിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ആ കുറ്റകൃത്യം. ഓരോരുത്തരും ചെയ്ത പാതകങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നുണ്ട്. സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ ശിവകുമാർ രാത്രി സ്റ്റേഷനിൽ പരിശോധനയ്ക്ക് എത്തിയിരുന്നു. അപ്പോൾ ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത് സെല്ലിന് മുന്നിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ബിന്ദുവിനെ വിട്ടയക്കാൻ നടപടി സ്വീകരിക്കുകയാണ് SHO ചെയ്യേണ്ടത്. അത് ചെയ്തില്ല. സബ് ഇൻസ്പെക്ടർ SG പ്രസാദാണ് ബിന്ദുവിനെ കസ്റ്റഡിയിൽ എടുത്തത്. ബിന്ദുവിനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. ആ വീട്ടിൽ ജോലിക്ക് നിന്നു എന്നതല്ലാതെ മറ്റൊരു തെറ്റും ബിന്ദു ചെയ്തിരുന്നുമില്ല. വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് പകരം കുറ്റവാളിയാണ് എന്ന് തീർച്ചപ്പെടുത്തിയാണ് നടപടികൾ തുടങ്ങിയത്. ബിന്ദുവിനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാനാണ് തുടക്കം മുതൽ ശ്രമിച്ചത്. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പാണ് ബിന്ദുവിനെ കസ്റ്റഡിയിൽ എടുത്തത്. സ്റ്റേഷനിൽ നിന്ന് തെളിവെടുക്കാൻ കൊണ്ടുപോയത് പരാതിക്കാരിയായ ഓമനയുടെ കാറിലാണ്. രാത്രി വനിതകളെ വിളിച്ചു വരുത്തരുത് എന്ന ചട്ടം തെറ്റിച്ചു. 21 മണിക്കൂറാണ് ബിന്ദു പോലീസ് കസ്റ്റഡിയിലിരുന്നത്. ഈ സമയം മുഴുവൻ ബിന്ദു കുറ്റവാളിയാണ് എന്ന് ഉറപ്പിച്ചാണ് പോലീസ് പെരുമാറിയത്. മാല കണ്ടെത്താനായി ബിന്ദുവിനെ ഓമനയുടെ വീട്ടിൽ കൊണ്ടുപോയി. രാത്രി തിരികെ വരുമ്പോൾ ഉറക്കെ പാട്ടുപാടി സ്വീകരിച്ച ഒരു ASIയെ കുറിച്ചും പറയുന്നുണ്ട് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം. KS പ്രസന്നകുമാർ എന്ന ആ ASI മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്ന ഗാനം പാടിയാണ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് കയറ്റിയത്. പിന്നീട് FIR രജിസ്റ്റർ ചെയ്ത വിവരം പോലും പ്രസന്നകുമാർ ബിന്ദുവിനെ അറിയിച്ചില്ല. ഗ്രേഡ് ASI സജീദിനെ കുറിച്ചും കുറ്റപത്രത്തിൽ പരാമർശമുണ്ട്. പരാതി രജിസ്റ്ററിൽ ചേർത്ത് രസീത് നൽകിയില്ല എന്നതാണ് അത്. ബിന്ദു സ്റ്റേഷനിലുള്ള വിവരം വീട്ടുകാരെ അറിയിക്കേണ്ടതും സജീദിന്റെ കടമയായിരുന്നു. അതും ചെയ്തില്ല. മര്യാദയ്ക്ക് മാല തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് ബിന്ദുവിനെ ഭീഷണിപ്പെടുത്തിയതും സജീദാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ജയിലിലിടുമെന്ന് ഭീഷണിപ്പെടുത്തിയത് സിവിൽ പോലീസ് ഓഫീസർമാരായ
ഷാജിറ ബീഗവും സഫീല ബീവിയുമാണ്. ആ സ്റ്റേഷനിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ബിന്ദുവിനോട് കരുണയോടെ പെരുമാറിയില്ല. മുഴുവൻ ആളുകളും ബിന്ദുവാണ് കുറ്റവാളി എന്ന് വരുത്തി തീർക്കാൻ മത്സരിക്കുകയായിരുന്നു. SI SG പ്രസാദ്, ASI KS പ്രസന്നകുമാർ, പരാതിക്കാരി ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കാനാണ് ക്രൈംബ്രാഞ്ച് ശുപാർശ ചെയ്തിരിക്കുന്നത്. വകുപ്പ് തല നടപടികൾ വേറെയും ഉണ്ടാകും. സ്റ്റേഷനിലെ കുറ്റക്കാരായ മറ്റുദ്യോഗസ്ഥർക്ക് താക്കീത് നൽകാനും ശുപാർശയുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊക്കെ ബിന്ദു നേരിടേണ്ടി വന്ന അനുഭവത്തിന് പരിഹാരമാകുമോ എന്നാണ് ചോദ്യം. ബിന്ദുവിനെ കുറ്റക്കാരിയാക്കാൻ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. പട്ടികജാതിയിൽപ്പെട്ടതാണ് ബിന്ദു. പട്ടിക വിഭാഗങ്ങളോട് സമൂഹം എങ്ങനെയാണ് പോയ നൂറ്റാണ്ടുകളിൽ പെരുമാറിയതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പട്ടികജാതിക്കാരിയായ സ്ത്രീ വീട്ടുജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാല മോഷ്ടിച്ചത് മറ്റാരുമാകില്ല എന്ന് പോലീസ് നിഗമനത്തിൽ എത്തി. പോലീസിന് മാത്രമല്ല, വീട്ടുടമസ്ഥയ്ക്കും അക്കാര്യത്തിൽ ബിന്ദു മാത്രമായിരുന്നു പ്രതി. സ്വന്തം സോഫയ്ക്ക് താഴെ ഊരിവെച്ച മാല അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ബിന്ദുവിനെ പ്രതിയാക്കി പോലീസിനെ വിവരം അറിയിച്ചു. ആ വിവരം കേട്ട പാതി പോലീസും ബിന്ദുവിനെ മോഷ്ടാവാക്കി. കാണാതായ മാല ആ വീട്ടിലുണ്ടോ എന്ന് പോലും പരിശോധിക്കുന്നതിന് മുമ്പ് ബിന്ദുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും അരികുവൽക്കരിക്കപ്പെട്ടവരോട് ഈ സമൂഹത്തിന്റെ മനോഭാവമാണ് ബിന്ദുവിന്റെ കാര്യത്തിൽ കണ്ടത്. നീതി നൽകേണ്ട പോലീസാണ് അനീതി പ്രവർത്തിക്കാൻ മത്സരിച്ചത്. ഈ കൊടിയ കുറ്റം ചെയ്യുമ്പോൾ ആ സ്റ്റേഷനിലെ ഒരു പോലീസ് ഓഫീസർ പോലും അരുത് എന്ന് പറഞ്ഞ് തടഞ്ഞില്ല. അതോർത്താണ് കേരളം ലജ്ജിക്കേണ്ടത്. ബിന്ദുവിനോട് കേരള പോലീസ് പരസ്യമായി മാപ്പ് പറയുക തന്നെ വേണം. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.